ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി വിത്ത് AFS എന്ന സബ്ജക്റ്റിലെ AFSലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്നുള്ള ഭാഗമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പോൾ എന്താണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? എക്സാമിന് പലപ്പോഴും ചോദിച്ചതാണ് എന്താണ് ഫോർഫീച്ചർ. ഫോർഫീച്ചർ മീൻസ് ക്യാൻസിൽ എന്നാണ്. ഫോർഫീച്ചർ മീൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇവിടെ ക്യാൻസൽ ചെയ്യുന്നത്? ഷെയർ ആണ് ഇവിടെ ഫോർഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വേർഡാണ്, ക്യാൻസലിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് ഫോർഫീച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഒരു കമ്പനി അവരുടെ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഷെയർ ഹോൾഡർ അദ്ദേഹത്തോട് ഡിമാൻഡ് ചെയ്തു, എമൗണ്ട് അടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് സമയത്തിന് ആ എമൗണ്ട് അടക്കാൻ കഴിയാതെ വരുന്നു, മീൻസ് പരാജയപ്പെടുന്നു. ഇത്തരം സാഹചര്യത്തിൽ നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് കോൾസ് ഇൻ എരിയർ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്നോ അതിലധികമോ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഷെയർ ഹോൾഡർ അടയ്ക്കാതെ വരുമ്പോൾ കമ്പനിക്ക് ഈ ഷെയറുകൾ എന്ത് ചെയ്യേണ്ടി വരും? ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു പണിഷ്മെൻറ്റ് എന്ന രീതിയിൽ കമ്പനിക്ക് ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇയാൾ ഈ ഷെയറിൻ്റെ മുകളിൽ ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ മുകളിൽ ആദ്യം അടച്ചിട്ടുള്ള എമൗണ്ട് മുഴുവനും ഇയാൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ അപ്ലിക്കേഷൻ മണി അടച്ചു, അതേപോലെ അലോട്ട്മെൻറ്റ് മണിയും അടച്ചു, കോൾ മണി വിളിച്ചു, പക്ഷേ അയാൾ അടച്ചില്ല. കമ്പനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നോണം കമ്പനി എന്ത് ചെയ്തു? ഈ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അയാളുടെ അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതൊരു പണിഷ്മെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാൻസൽ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതിൻ്റെ പ്രൊവിഷൻസും ഇതുമായി ബന്ധപ്പെട്ട ലോസൊന്നും നമുക്കിവിടെ പഠിക്കാനില്ല, പ്രൊവിഷൻസ് നമ്മൾ പഠിക്കാനില്ല. നമുക്കിവിടെ പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, മീൻസ് ജേണൽ എൻട്രി എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എന്തായിരിക്കും ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനി എങ്ങനെയെല്ലാമാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനി 3 രീതിയിലാണ് കമ്പനി സാധാരണയായിട്ട് അവരുടെ ഷെയറുകൾ ജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ. ഉദാഹരണം പറയുകയാണെങ്കിൽ 100 രൂപയുടെ ഷെയർ 100 രൂപയ്ക്ക് തന്നെ കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇഷ്യൂഡ് അറ്റ് പാർ, അല്ലേ? പിന്നെ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, 100 രൂപയുടെ ഷെയർ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ 10 രൂപ പ്രീമിയത്തിൽ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഡിസ്കൗണ്ട്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഷെയർ 90 രൂപയ്ക്ക് 10 രൂപ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഈ 3 കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പല രീതിയിൽ ഇഷ്യൂ ചെയ്ത ഷെയർസുകൾ എങ്ങനെ ഫോർഫീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് വൺ ഈസ് forfeiture of shares issued at par. അതായത് ഒരു കമ്പനി പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചാനൽ എൻട്രി എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, പാറിൽ ഇഷ്യൂ ചെയ്ത ഷെയർസുകൾ ഫോർഫീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി എന്തൊക്കെയാണ്? അതേപോലെ നമുക്ക് എന്ത് പഠിക്കാനുണ്ടാവും? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രീസ്? അതേപോലെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഷെയർസുകൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രീസ്? അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്നുള്ള ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർഫീച്ചർ മീൻസ് ക്യാൻസൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഈ ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇഷ്യൂ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി പഠിച്ചാൽ മതി. എൻട്രി എന്തായിരിക്കും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യേണ്ടി വരും. എന്താ കാരണം? സാധാരണയായിട്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്. നിങ്ങൾ മുമ്പ് ഒരുപാട് എൻട്രീസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ കംപ്ലീറ്റ് നിങ്ങൾ ഷെയർ ക്യാപിറ്റലിനെ നിങ്ങൾ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയെന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൊടുക്കുക. ആ എമൗണ്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. എമൗണ്ട് കൊടുക്കേണ്ടത്
എത്ര എമൗണ്ട് വരെയാണോ കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് അത്രയും എമൗണ്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, 90 രൂപ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി വിളിച്ചിട്ടുണ്ട്. 90 രൂപ വരെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 90 രൂപയാണ് വിളിച്ചതെങ്കിൽ 90 എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് ആണോ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് അതാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി 100 രൂപയും വിളിച്ചിട്ടുണ്ടെങ്കിലോ ഫൈനൽ കോൾ അടക്കം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 100ഉം നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വിളിച്ച എമൗണ്ട് മാത്രമേ നമ്മളിവിടെ കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾഡ് അപ്പ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്താണ്, കോൾഡ് അപ്പ് എമൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, എമൗണ്ട് കൊടുക്കേണ്ടത് കോൾഡ് അപ്പ് എമൗണ്ട് ആണ്. ഇനി നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ഒന്നും ഡെബിറ്റ് ചെയ്യാനില്ല, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ടു ഫോർഫീച്ചഡ് അക്കൗണ്ട് ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അയാൾ ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ മുകളിൽ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു അയാൾ ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല, അപ്പോൾ അപ്ലിക്കേഷനും അടച്ചിട്ടുണ്ടാവും, അതേപോലെ അലോട്ട്മെൻറ്റ് മണിയും അടച്ചിട്ടുണ്ടാവും. അപ്ലിക്കേഷൻ എമൗണ്ടും അലോട്ട്മെൻറ്റ് മണിയും അടച്ച ഒരാൾക്ക് മാത്രമേ എന്ത് ബാധകമാവുള്ളൂ, ഫസ്റ്റ് കോൾ ബാധകമാവുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ അയാൾ പരാജയപ്പെട്ടു, അങ്ങനെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ അയാൾ എന്തൊക്കെ അടച്ചിട്ടുണ്ടാവും, അപ്ലിക്കേഷൻ മണിയും അടച്ചിട്ടുണ്ട്, അതേപോലെ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ്. ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ടു കോൾസ് ഇൻ എരിയർ, വിളിച്ചിട്ടും അടക്കാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണോ അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തത്, ഏത് കോൾ അടക്കാത്തത് കൊണ്ടാണോ അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ടു കോൾസ് ഇൻ എരിയർ എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ കോളിൻ്റെ പേര് എഴുതിയാൽ മതി. ടു ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ടു ഫൈനൽ കോൾ, ഏത് കോളാണോ അടക്കാത്തത് ആ കോളിൻ്റെ പേര് എഴുതിയാലും മതി. പക്ഷേ നമ്മൾ ആദ്യം മുതലേ ജേണൽ എൻട്രി എഴുതി വരുന്ന സമയത്ത് കോൾസ് ഇൻ എരിയർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അയാൾ അടക്കാത്തതിനാൽ കോൾസ് ഇൻ എരിയർ എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അയാൾക്ക് അവസരം കൊടുക്കുകയാണ്, അത് അടക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കമ്പനി അവരെ വിളിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അയാൾ അടക്കാതെ വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, ഫോർഫീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡെബിറ്റ് ചെയ്ത ഒരു കോൾസ് ഇൻ എരിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റും കോൾസ് ഇൻ എരിയർ തന്നെ കൊടുക്കണം. അല്ല സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കോൾസ് ഇൻ എരിയറോ അല്ലെങ്കിൽ ഏതാണോ അടക്കാൻ ബാക്കിയുള്ളത്, ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ ആണ് ഫൈനൽ കോൾ, ടു കോൾ മണി അല്ലെങ്കിൽ ടു കോൾ ഓർ അലോട്ട്മെൻറ്റ് മണി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഇഷ്യൂഡ് അറ്റ് പാർ എന്നുള്ള ഭാഗമാണെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തത് പാറിലാണ്, പിന്നീട് അത് ഫോർഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, വിളിച്ച എമൗണ്ട് കമ്പനി അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ട എമൗണ്ട്. ടു ഫോർഫീച്ചർ അക്കൗണ്ട് അയാൾ അടച്ച എമൗണ്ട്, ഫോർഫീച്ചർ ചെയ്ത ഷെയറിൽ നിന്നും എത്ര അയാൾ അടച്ചു അതാണ് പെയ്ഡ് അപ്പ് എമൗണ്ട്, അടച്ച എമൗണ്ട്. പിന്നെ ടു കോൾസ് ഇൻ എരിയർ, ഇനി അടക്കാൻ ബാക്കിയുള്ള എമൗണ്ട്, അതായത് അടക്കാൻ ബാക്കിയുള്ളത് മീൻസ് അടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല, അതുമൂലം എന്ത് ചെയ്തു, ആ ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, ടു കോൾസ് ഇൻ എരിയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് കോളാണോ വിട്ടത് ആ കോളിൻ്റെ പേര് എഴുതാം. ടു ഫൈനൽ കോൾ ആണെങ്കിൽ ഫൈനൽ കോൾ, അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ടു അലോട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ കമ്പനി ഫോർഫീച്ചർ 1000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹2 per ഷെയർ. പാസ് ജേണൽ എൻട്രീസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എത്ര ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു, 1000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, 1000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഫോർഫീറ്റ് ചെയ്തത്, ഫോർഫീറ്റ് ചെയ്തത് 2 രൂപ ഫൈനൽ കോള് അടക്കാത്തതിനാലാണ്. 2 രൂപ ഫൈനൽ കോൾ അടക്കാത്തതിനാലാണ് 1000 ഷെയർസ്. എത്ര രൂപയുടെ ഷെയറാണ്, 10 രൂപ വിലയുള്ള ഷെയർ. ഫേസ് വാല്യൂ എത്രയാണ്, 10 രൂപ. അപ്പോൾ 10 രൂപ വിലയുള്ള 1000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്നാൽ 2 രൂപ ഫൈനൽ കോള് അടക്കാത്തതിനാൽ. അപ്പോൾ എന്തായിരിക്കും ചാനൽ എൻട്രി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കോളൊക്കെ വരയ്ക്കണം. കോളം വരയ്ക്കുക, സാധാരണ പോലെ കോളം വരയ്ക്കുക. ഓക്കെ, ഡേറ്റ്, പാർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ
നൽകേണ്ടത് ഫസ്റ്റ് എന്താണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പഠിച്ചത്. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എന്ന് വിളിച്ചത് വരേക്കുള്ള എമൗണ്ട് 2 രൂപ ഫൈനൽ കോൾ അടക്കാത്തതിനാലാണ് അയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്തതെന്ന് പറയുന്നത് അല്ലേ. 2 രൂപ ഫൈനൽ കോൾ അടക്കാത്തതിനാലാണ് അയാളുടെ 1000 ഷെയർസ് എന്ത് ചെയ്തത്, ഫോർഫീറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പനി മുഴുവനും കംപ്ലീറ്റ് അടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 10 രൂപയും കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ അവസാന കോളാണ്. അപ്പോൾ അവസാന കോളായിട്ടുള്ള 2 രൂപയും വിളിച്ചിട്ടുണ്ട്. ആ 2 രൂപ അടക്കാത്തതിനാലാണ് 1000 ഷെയർസ് എന്ത് ചെയ്തത്, ഫോർഫീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 രൂപയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 10 ഇൻറ്റു എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തു, 1000 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. 10 ഇൻറ്റു 1000 10,000. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ടു ഫോർഫീച്ചഡ് അക്കൗണ്ട്, അയാൾ അടച്ച എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ടു ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അടച്ച എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അയാൾ അടച്ചത് എന്താണ്, 2 രൂപ ഫൈനൽ കോൾ അടച്ചിട്ടില്ല. അപ്പോൾ ബാക്കി 8 രൂപ എന്ത് ചെയ്തിട്ടുണ്ടാവും, 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ 8 രൂപ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അടച്ചിട്ടുണ്ടാകും. അപ്പോൾ 8 ഇൻറ്റു 1000 8000 രൂപ അയാൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അയാൾ അടക്കാത്തത് ഏതാ നോക്കുക. ടു ഫൈനൽ കോൾ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കോൾസ് ഇൻ ഏരിയർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 2 എഴുതിയാലും നിങ്ങൾ ആൻസർ ശരിയാണ്. ടു കോൾസ് ഇൻ ഏരിയർ അടക്കാത്തത് ഏതാണ്, ഫൈനൽ കോൾ 2 രൂപയിൽ അടക്കാത്തത് എത്ര ഷെയർസിനാ, 1000 ഷെയർസിൻ്റെ. അപ്പോൾ ടു കോൾസ് ഇൻ ഏരിയർ 2000. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നരേഷൻ കൊടുക്കുക. നരേഷൻ എന്ത് കൊടുക്കണം, 1000 ഷെയർസ്. ക്വസ്റ്റനിൽ അതേപോലെ എന്ത് ചെയ്താൽ മതി, നരേഷൻ കൊടുത്താൽ മതി. 1000 ഷെയർസ് ഫോർഫീച്ചർ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹2 എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നരേഷൻ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. പാറ് ഒന്നും കൂടെ സിമ്പിളായിരുന്നു. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത, ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ അല്ലെങ്കിൽ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ, ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും ചാനൽ എൻട്രി എന്നുള്ള ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ 2 രീതിയിൽ നമുക്കിവിടെ ആൻസർ, 2 രീതി നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്ന്, കമ്പനി പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രൂപത്തിലാണ് എൻട്രി. ഇനി കമ്പനി പ്രീമിയം കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എൻട്രി. അപ്പോൾ പ്രീമിയം എന്നുള്ളൊരു സംഭവം ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 2 രീതിയിൽ ഇവിടെ ചാനൽ എൻട്രി മനസ്സിലാക്കേണ്ടി വരും. ഒന്ന്, അയാൾ പ്രീമിയം അടച്ചതിന് ശേഷമാണോ ഫോർഫീറ്റ് ചെയ്തത്, ഷെയർ ഹോൾഡർ പ്രീമിയം അടച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു രൂപത്തിലാണ് എൻട്രി. പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ വേറെ രൂപത്തിലാണ് എൻട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എൻട്രി എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് പ്രീമിയം ഈസ് നോട്ട് റിസീവ്ഡ്, കമ്പനിക്ക് പ്രീമിയം ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഓക്കെ, പ്രീമിയം കമ്പനി കളക്ട് ചെയ്തിട്ടില്ല. അതായത് പ്രീമിയം ഫോർഫീറ്റ് ചെയ്ത ഷെയറിൽ നിന്നും കമ്പനി ചെയ്തിട്ടില്ല, ഈ പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ അയാൾ അടച്ചിട്ടില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും എൻട്രി. നമുക്കറിയാം, സ്കൂളിലൊക്കെ ഫീസ് അടച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് പ്രശ്നമുള്ളൂ അല്ലേ. ഫീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓഫീസിലുള്ള ആളുകൾക്കും എന്തുള്ളൂ, ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ സാധാരണ കേസിൽ അക്കൗണ്ടൻറ്റിൻ്റെ പണി എന്ത് ചെയ്യും, കൂടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും കൂടെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി എന്ത് ചെയ്താൽ മതി, നോർമൽ രൂപത്തിൽ പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്തായിരിക്കും എൻട്രി എന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് എപ്പോഴും എന്തിനെ ഡെബിറ്റ് ചെയ്യുക, ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എന്താ കൊടുക്കേണ്ടത്, കോൾഡ് അപ്പ് എമൗണ്ട്. നേരത്തെ പറഞ്ഞ കോൾഡ് അപ്പ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്, കോൾഡ് അപ്പ് എമൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടെ ഡെബിറ്റ് ചെയ്യണം. കാരണം പ്രീമിയം കിട്ടിയിട്ടില്ല. പ്രീമിയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പണി എന്ത് ചെയ്യും, കൂടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും കൂടെ ഡെബിറ്റ് ചെയ്യണം. പണി കൂടി, ഒന്നും കൂടെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ള പണി നമുക്ക് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമ്മൾ സാധാരണ കേസിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. നിങ്ങൾ മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്നുള്ള ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയം ക്രെഡിറ്റ് ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അതുപോലെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് ഡെബിറ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ്. പ്രീമിയം എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പ്രീമിയം എമൗണ്ട് ആണ് ഇവിടെ
കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി സാധാരണ പോലെ തന്നെ ടു ഫോർഫീച്ചർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കേണ്ടത്? ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത് അടച്ച എമൗണ്ട് ആണ്, പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അതേപോലെ ഇനി അയാൾ അടക്കാൻ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ നേരത്തെ പാറിൽ പറഞ്ഞിരുന്നു, അതേപോലെ ബാക്കിയുള്ള എമൗണ്ട് ടു കോൾസ് ഇൻ എരിയർ എന്നോ അൺപെയ്ഡ്, കോൾഡ് വിളിച്ചു പക്ഷേ നോട്ട് പെയ്ഡ്, കമ്പനി വിളിച്ചിട്ടുണ്ട് പക്ഷേ അയാൾ അടച്ചിട്ടില്ല, അതാണ് കോൾഡ്. കമ്പനി വിളിച്ചിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്. അവിടെ നേരത്തെ നമ്മൾ വിട്ടുപോയതാണ്, അതും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കോൾഡ് വിളിച്ചിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്, പക്ഷേ അടച്ചിട്ടില്ല, അതാണ് ടു കോൾസ് ഇൻ എരിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് കോളാണോ അയാൾ അടക്കാത്തത്, ഫൈനൽ കോൾ ആണെങ്കിൽ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തേ കൊടുക്കാം. നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ. ഇവിടെ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഇയാൾ പ്രീമിയം എമൗണ്ട് അടച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കമ്പനി പ്രീമിയം ഇയാളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തിട്ടില്ല, കളക്ട് ചെയ്തിട്ടില്ല എങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. നമ്മളെ പണി അങ്ങ് ഒന്ന് കൂടും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇനി പ്രീമിയം ഇയാൾ അടച്ചിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും ചാനൽ എൻട്രി എന്നുള്ളതാണ്. അതും കൂടെ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി മനസ്സിലാക്കുക, ഇഫ് പ്രീമിയം ഈസ് റിസീവ്ഡ്, പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ല പണിയൊന്നും ഉണ്ടാവില്ല. പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാധാരണ പോലെ എൻട്രി ചെയ്യുക. പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി, അക്കൗണ്ടൻറ്റിൻ്റെ പണി എന്തായിരിക്കും, എളുപ്പമായിരിക്കും. നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത്, സ്കൂളിൽ ഫീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസിലുള്ള ആളുകളുടെ പണി എന്തായിരിക്കും, കുറവായിരിക്കും. നേരെ മറിച്ച് ഫീസൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ അവരുടെ പണി അങ്ങ് കൂടും. അതേപോലെ പ്രീമിയം കിട്ടിയിട്ടില്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള പണി കൂടും. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നോക്കുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സാധാരണ പോലെയാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്, കോൾഡ് അപ്പ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞതാണ്, കോൾഡ് അപ്പ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഡെബിറ്റ് ഒന്നും ചെയ്യേണ്ട. ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്താണ് നമ്മൾ കൊടുക്കുക, എമൗണ്ട് കൊടുക്കേണ്ടത് പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്, അടച്ച എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അതേപോലെ ടു കോൾസ് ഇൻ എരിയർ, അടക്കാത്ത എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ടു കോൾസ് ഇൻ എരിയർ എന്ന് പറഞ്ഞിട്ട് കോൾഡ് കമ്പനി വിളിച്ചിട്ടുണ്ട് ബട്ട് നോട്ട് പെയ്ഡ്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, എമൗണ്ട് അടച്ചിട്ടില്ല. നമുക്ക് ഇതിന് പകരം ഏത് കോളാണോ അടക്കാത്തത്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് അടക്കാത്തുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രീമിയവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ പ്രീമിയം കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രീമിയം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 500 shares of ₹10 each did not pay the allotment money of ₹4 per share, ബ്രാക്കറ്റ് കാണാം, including premium of ₹2 and the first and final call of ₹3. Okay, his shares were forfeited after the first and final call. Give journal entry for forfeiture of shares എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മലയാളം നോക്കാം. ഒരു ഷെയർ ഹോൾഡർ 500 ഷെയർ കൈവശം വെച്ചിട്ടുണ്ട്, 10 രൂപ വിലയുള്ള 500 ഷെയർ കൈവശം വെച്ചിട്ടുണ്ട്. അയാൾ അലോട്ട്മെൻറ്റ് മണി അടക്കാൻ പരാജയപ്പെട്ടു. ഡിഡ് നോട്ട് പേ ദ അലോട്ട്മെൻറ്റ് മണി ഓഫ് ₹4 per share, 4 രൂപ അയാൾ അലോട്ട്മെൻറ്റ് മണി അടക്കാൻ പരാജയപ്പെട്ടു. ബ്രാക്കറ്റ് കാണാം, ഇൻക്ലൂഡിങ് പ്രീമിയം ഓഫ് ₹2, 2 രൂപ പ്രീമിയം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതുമാത്രമല്ല, ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹3, 3 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും അയാൾ എന്ത് ചെയ്തു, അടക്കാൻ പരാജയപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ് അടക്കാൻ പരാജയപ്പെട്ടു, അലോട്ട്മെൻറ്റ് മണി അടക്കാൻ പരാജയപ്പെട്ടു, അതേപോലെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും അയാൾ അടക്കാൻ പരാജയപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്ത്, ഹിസ് ഷെയർസ് വേർ ഫോർഫീച്ചർ, അദ്ദേഹത്തിൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു ആഫ്റ്റർ ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന് ശേഷം. അയാൾ അലോട്ട്മെൻറ്റും അടച്ചിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും അടച്ചിട്ടില്ല. ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രി എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം കോളം തിരക്കുക, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് LF ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്.
ഫൈനൽ കോളും വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫൈനൽ കോളും വിളിച്ചു, ഫൈനൽ കോളും അയാൾ അടച്ചിട്ടില്ല, അലോട്ട്മെൻറ്റും അയാൾ അടച്ചിട്ടില്ല. അപ്പം എത്ര രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ? 10 രൂപ. അപ്പോൾ 500 ഇൻറ്റു വിളിച്ചത്, കമ്പനി വിളിച്ചത് 500 ഇൻറ്റു 10, 10 രൂപയും കമ്പനി വിളിച്ചിട്ടുണ്ട്. 500 ഇൻറ്റു 10 5000 അല്ലേ? ഇനി ഇയാൾ പ്രീമിയം അടച്ചിട്ടുണ്ടോ? ഇയാൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, അതിൻ്റെ കൂടെയാണ് പ്രീമിയം ഉള്ളത്. അലോട്ട്മെൻറ്റ് ക്വസ്റ്റൻ നോക്കുക, അലോട്ട്മെൻറ്റ് മണി 4 രൂപയാണ്, അത് അടച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിൽ 2 രൂപ പ്രീമിയം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പ്രീമിയം അടച്ചിട്ടില്ല. അപ്പോൾ പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രീമിയത്തെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് 500 ഇൻറ്റു എത്ര രൂപയാണ്? 2 രൂപയാണ് പ്രീമിയം എമൗണ്ട്, ഇൻക്ലൂഡിങ് പ്രീമിയം ഓഫ് ₹2 എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അപ്പോൾ 500 ഇൻറ്റു 2 1000. ഓക്കെ. 2 ഇനി ഇയാൾ അടച്ച എമൗണ്ട് ഫോർഫീച്ചർഡ് അക്കൗണ്ട്, ഇയാൾ അടച്ച എമൗണ്ടാണ് ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇയാൾ അടച്ച എമൗണ്ട് എന്ത് മാത്രമായിരിക്കും? അപ്ലിക്കേഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഇയാൾ എന്തൊക്കെ അടച്ചിട്ടില്ല? 4 രൂപ, ടോട്ടൽ 10 രൂപയാണ് ഷെയർ. 2 രൂപ 2 രൂപ എന്ത് ചെയ്യും? പ്രീമിയം കൂടെ ഉൾപ്പെടും. അപ്പോൾ 12 രൂപ. അപ്പോൾ 12ലേക്ക് കണക്കാക്കുക. ഓക്കെ, ഇവിടെ മാത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 4 രൂപ അലോട്ട്മെൻറ്റ്, 4 രൂപയും 3 രൂപ എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ 7 റുപ്പീസായി. ബാക്കി എത്ര രൂപ ഉണ്ട്? 5 രൂപ ഉണ്ട്. 5 രൂപ ആയിരിക്കും എന്ത്? അപ്ലിക്കേഷൻ മണി. ആ 5 രൂപ അയാൾ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ 5 ഇൻറ്റു 500 എന്തായിരിക്കും? 5 ഇൻറ്റു 500 2500 ആയിരിക്കും അല്ലേ? ഇനി ഇയാൾ അടക്കാത്തത് ഏതൊക്കെയാണ്? അത് നമുക്ക് വേണമെങ്കിൽ ടു കോൾസ് ഇൻ എറിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ബാക്കി അടക്കാത്തത് രണ്ടും, പിന്നെന്താ 4 രൂപ അലോട്ട്മെൻറ്റ്, 3 രൂപ എന്താണ്? 3 രൂപ ഫൈനൽ കോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ടു ഷെയർ അലോട്ട്മെൻറ്റ് എത്ര രൂപയാണ്? പ്രീമിയം അടക്കം പരിഗണിക്കണം, കാരണം പ്രീമിയം അടച്ചിട്ടില്ല, അതുകൊണ്ട് പ്രീമിയം എല്ലാ ഭാഗത്തും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ 4 രൂപയാണ് അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് പ്രീമിയം. 4 ഇൻറ്റു 500 എത്രയാണ്? 2000. ഓക്കെ. ഇനി ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര രൂപയാണ്? ക്വസ്റ്റനിൽ പറയുന്നുണ്ട് എത്ര രൂപയാണ്? 3 രൂപയാണ് അടക്കാത്തത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 3 ഇൻറ്റു 500 1500. ഇപ്പോൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഈക്വലായി. ഇവിടെ 6000 ഉണ്ട് ഡെബിറ്റിൽ, 2500, 4500, 6000 2 ഭാഗം ഈക്വലായി ഒന്ന് പ്രത്യേകം നോക്കണം. ഓക്കെ. ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 1500. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് കൊടുക്കുന്നതിന് പകരം ടു കോൾസ് ഇൻ എരിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? 7 ഇൻറ്റു 500, 7 ഇൻറ്റു 500 എന്ന് പറഞ്ഞിട്ട് 3500 കൊടുത്താലും മതി, പ്രശ്നമില്ല. അടക്കാത്തത് കംപ്ലീറ്റ് കോൾസ് ഇൻ എരിയർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ കൊടുത്തിട്ട് ക്രെഡിറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ അടക്കാത്തത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കുക. ടു ഷെയർ അലോട്ട്മെൻറ്റ് അടക്കാത്തതാണ്, ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അടക്കാത്തതാണ്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീമിയം അടക്കാത്തതുകൊണ്ട് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ പ്രീമിയം എവിടെ കിടക്കുന്നത്? പ്രീമിയം ഏതിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? അലോട്ട്മെൻറ്റിലാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം പരിഗണിക്കണം. പ്രീമിയം എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം? പരിഗണിക്കണം. എന്നിട്ട് നമ്മൾ നരേഷൻ കൊടുക്കേണ്ടത് എന്താണ്? 500 shares forfeiture due to non payment of allotment and final call. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സാഹിൽ, എ ഷെയർ ഹോൾഡർ, ഫെയിൽഡ് ടു പേ ദ മണി ഫോർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹2 ഓൺ 1000 shares issued to him at ₹120. ബ്രാക്കറ്റ് കാണാം. ഫേസ് വാല്യൂ ഓഫ് ₹100 per share. His shares were forfeited after the second and final call. Give the journal entry for forfeiture of shares എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടി പറയാം. സാഹിൽ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ, അയാൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 20 രൂപ, 1000 ഷെയറിൻ്റെ 20 രൂപ അടയ്ക്കാൻ പരാജയപ്പെട്ടു. ഓക്കെ. അദ്ദേഹത്തിന് അത് ഇഷ്യൂ ചെയ്തത് 120 രൂപക്കായിരുന്നു. അതിൽ 100 രൂപ എന്താണ്? ഫേസ് വാല്യൂ ആണ്. അപ്പോൾ 20 രൂപ പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഹിസ് ഷെയർസ് വെർ ഫോർഫീച്ചർ, അദ്ദേഹത്തിൻ്റെ ഷെയർ എല്ലാം ക്യാൻസൽ ചെയ്തു, ഫോർഫീറ്റ് ചെയ്തു. ആഫ്റ്റർ ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ,
സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന് ശേഷം. അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അടക്കാത്തത് കൊണ്ടാണ് അയാളുടെ 1000 ഷെയർസ് എന്ത് ചെയ്തത്, 100 രൂപയുടെ 1000 ഷെയർസ് എന്ത് ചെയ്തത്, ഫോർഫീറ്റ് ചെയ്തത്. അപ്പോൾ അയാൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളാണ് അടക്കാത്തത്. അപ്പോൾ അപ്ലിക്കേഷൻ അടച്ചു, അലോട്ട്മെൻറ്റ് അടച്ചു, ഫസ്റ്റ് കോൾ അടച്ചു. അപ്പോൾ ഇതിലേതിൽ ഒന്ന് ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ത്, പ്രീമിയം. അപ്പോൾ പ്രീമിയം അയാൾ അടച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളാണ് അടക്കാത്തത്, ബാക്കി കംപ്ലീറ്റ് അയാൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, അയാൾ പ്രീമിയം അടച്ചിട്ടുണ്ട്. പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിങ് വർക്ക് കുറയും എന്ന് മനസ്സിലാക്കുക. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഷെയർ, ഞാൻ കോളം വരച്ചിട്ടില്ല, ഇവിടെ ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ. എത്ര ഷെയറാണ്, 1000 ഷെയറാണ്. എത്ര വരെ വിളിച്ചു, ഫൈനൽ കോളും വിളിച്ചിട്ടുണ്ട്, അതായത് 100 രൂപ വിളിച്ചിട്ടുണ്ട്. ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം വിളിച്ചിട്ടുണ്ട്. 1000 × 100 10,000. ഓക്കെ. ഡെബിറ്റ് ചെയ്യേണ്ട, കാരണം അയാൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് ഡെബിറ്റ് ചെയ്യേണ്ട, കാരണം അയാൾ പ്രീമിയം അടച്ചിട്ടുണ്ട്. ഫൈനൽ കോൾ മാത്രമേ അടക്കാത്തതുള്ളൂ. അപ്പോൾ അയാൾ എന്തിനാണ്, അലോട്ട്മെൻ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ആയിരിക്കും മിക്കവാറും പ്രീമിയം വരിക. അപ്പോൾ അയാൾ അടച്ചിട്ടുണ്ട്. എന്തായിരിക്കും, ഫോർഫീച്ചർ അക്കൗണ്ട്. ഫോർഫീച്ചർ അക്കൗണ്ട്. അപ്പോൾ അയാൾ ഏതാണ് അടക്കാത്തത് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഈ 20 രൂപ ഫൈനൽ കോളാണ് അടക്കാത്തത്. അപ്പോൾ എത്ര രൂപ അയാൾ അടച്ചിട്ടുണ്ടാവും, 80 രൂപ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, 120 രൂപയ്ക്കല്ലേ അയാൾക്ക് കൊടുത്തത് എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ഇവിടെ പരിഗണിക്കേ വേണ്ട, എവിടെയും പരിഗണിക്കണ്ട. സെക്യൂരിറ്റീസ് പ്രീമിയം അയാൾ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയും പരിഗണിക്കേണ്ട. 20 രൂപ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇവിടെ പരിഗണിക്കേ വേണ്ട. മറ്റോടത്ത് അങ്ങനെയല്ല, എല്ലാ ഭാഗത്തും പരിഗണിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമ്മൾ പരിഗണിക്കേ വേണ്ട. അപ്പോൾ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 20 രൂപ അയാൾ അടച്ചിട്ടില്ല, അപ്പോൾ 80 രൂപ അടച്ചിട്ടുണ്ട്. ഓക്കെ. 120 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്, അപ്പോൾ 100 അയാൾ അടച്ചിട്ടുണ്ട് എന്ന് പറയരുത്, കാരണം സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ എന്ത് ചെയ്യണില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ 80 × 1000 8000. ഓക്കെ. ഏതാ അടക്കാത്തത്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, അല്ലെങ്കിൽ കോൾസ് ഇൻ ഏരിയർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കണം, 20 രൂപ അടക്കാത്തത്. 20 × 1000. ഇവിടെ 1 lakh ആട്ടോ, സോറി 1 lakh ആണ്. 20 × 1000, ഇവിടെ 80,000 ആണ്, സോറി 20 × 1000 20,000. ഓക്കെ. എമൗണ്ട് ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh. എങ്ങനെ കിട്ടി, 1000 ഷെയർസിന് 100 രൂപ വരെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ 1 lakh. ടു ഫോർഫീച്ചർ അക്കൗണ്ട് 80 രൂപ അയാൾ അടച്ചിട്ടുണ്ട്. 80 × 1000 ഷെയറിൻ്റെ 1000 80,000. ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 20 × 1000 അയാൾ വിളിച്ചിട്ടും അടക്കാത്തത്. 20 × 1000 20,000. ഓക്കെ. നരേഷൻ എന്ത് കൊടുക്കും, സിമ്പിൾ നരേഷൻ എന്ത് കൊടുക്കും, 1000 ഷെയർസ് ആർ ഫോർഫീച്ചർ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹220 പെർ ഷെയർ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നരേഷൻ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് പ്രീമിയവുമായി ബന്ധപ്പെട്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ. വളരെ സിമ്പിളാണ്. ഇത്ര പ്രീമിയത്തിൽ മാത്രമേ നമുക്ക് ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ അത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഓക്കെ. ശ്രദ്ധിക്കുക, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള ഭാഗമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി എന്നുള്ളതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സാധാരണ പോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കൊടുക്കേണ്ടത് കോൾഡ് അപ്പ് എമൗണ്ട് ആണ്, നമ്മൾ പഠിച്ചതാണ്. കോൾഡ് അപ്പ് എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഫോർഫീറ്റ് എന്ന് കണ്ടാൽ തന്നെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്നുള്ളതാണ്. ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്നുള്ളതാണ്. ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടച്ച എമൗണ്ടാണ് കാണിക്കേണ്ടത്. പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടു ഏത് കോളാണോ അടക്കാത്തത് നമ്മൾ എന്ത് വിളിക്കും, ടു കോൾസ് ഇൻ ഏരിയർ. ഫൈനൽ കോളാണെങ്കിൽ ഫൈനൽ കോൾ, കോൾസ് ഇൻ ഏരിയർ, അല്ലെങ്കിൽ ഏതാണോ കോള് ആ കോള്. ടു കോൾസ് ഇൻ ഏരിയർ എന്ന് പറഞ്ഞിട്ട് കോൾഡ് വിളിച്ചിട്ടുണ്ട്, ബട്ട് നോട്ട് പെയ്ഡ്, നമ്മളിതില്ല അടച്ചിട്ടില്ല, സാധാരണ പോലെ തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കൗണ്ടിലാവുമ്പോൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ടിന് നമ്മൾ സാധാരണ ഡെബിറ്റാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ
മുമ്പത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിലൊക്കെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫോർഫീറ്റ് ചെയ്യാണ്, മീൻസ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താണ്, സാധാരണ ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് എമൗണ്ട് കൊടുക്കുക. ഇത്രയാണ് എൻട്രി വരിക. ഓക്കെ. അപ്പോൾ പ്രീമിയത്തിൽ മാത്രം നമുക്ക് 2 എൻട്രി പരിഗണിക്കേണ്ടതുള്ളൂ. അതായത് പ്രീമിയം എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻട്രി, പ്രീമിയം എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എൻട്രി എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ, ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. എ കമ്പനി ഫോർ ഫീച്ചർ 2000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹3 per share. The shares were issued at ₹9 per share. 9 per share. അപ്പോൾ എന്താ ചോദ്യം, പാസ് ജേണൽ എൻട്രീസ് ഫോർ ദി ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പോൾ ചോദ്യം എന്താണ്, 2000 ഷെയർസ് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു 10 രൂപയുടെ. 3 രൂപ ഫൈനൽ കോൾ അടക്കാത്തത് കൊണ്ട് ഫോർഫീറ്റ് ചെയ്തു. 9 രൂപക്കായിരുന്നു 10 രൂപയുടെ ഷെയർ എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം നമുക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റ് ഷെയർ കോളൊക്കെ നിങ്ങൾ വരക്കണം കേട്ടോ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് എത്ര വരെ വിളിച്ചു, 2000 ഇൻറ്റു 10 വിളിച്ചല്ലോ, 10 വിളിച്ചിട്ടുണ്ട്, ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 20,000. പിന്നെ ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അടച്ച എമൗണ്ട്, ഇയാൾ അടച്ച എമൗണ്ട് എന്തായിരിക്കും, 3 രൂപ ഇയാൾ അടച്ചിട്ടില്ല. അപ്പോൾ എത്ര രൂപ ഇയാൾ അടച്ചിട്ടുണ്ടാവും, ഇയാൾ അടച്ച എമൗണ്ട് 6 രൂപ ആയിരിക്കും. കാരണം 9 രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ അല്ലേ, 10 രൂപയുടെ ഷെയർ 9 രൂപക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ അടച്ച എമൗണ്ട് 6 ആയിരിക്കും. 6 ഇൻറ്റു 2000 12,000. ഓക്കെ. ടു ഫൈനൽ കോൾ അടച്ചിട്ടില്ല, ടു ഫൈനൽ കോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, അല്ലെങ്കിൽ കോൾസിന് ഏരിയർ ഒന്നും കൊടുക്കാം. എത്ര രൂപയാണ് ഇയാൾ അടക്കാൻ വിട്ടുപോയത്, 3 രൂപ. 3 ഇൻറ്റു 2 6000 അല്ലേ. ടു ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ, നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഒന്നും കൂടെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്, 1 രൂപയാണ്. 9 രൂപക്കാണ് കൊടുത്തത് 10 രൂപയുടെ ഷെയർ. അപ്പോൾ 1 രൂപ. 1 ഇൻറ്റു 2000 2000. അപ്പോൾ നോക്കുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് വിളിച്ചത് വരേക്കും 10 രൂപ വിളിച്ചു. 2000 ഇൻറ്റു 10 20,000. ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അടച്ച എമൗണ്ട് 6 രൂപ. 6 ഇൻറ്റു 2000 12,000. ടു ഷെയർ ഫൈനൽ കോൾ എത്ര രൂപയാണ്, 3 രൂപ. അടക്കാത്ത എമൗണ്ടാണ്. 3 ഇൻറ്റു 2000 6000. ഇത് നമുക്ക് വേണമെങ്കിൽ ടു കോൾസ് ഇൻ ഏരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിസ്കൗണ്ടിലാണെങ്കിൽ ഒന്നും കൂടെ ക്രെഡിറ്റ് ചെയ്യണം. ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് പറഞ്ഞിട്ട് 1 ഇൻറ്റു 2000 2000. അങ്ങനെ 12 18 20 20 20. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളത്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലപ്പോഴും ചോദിച്ചതാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.